ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം എല്ലാവരും ചെയ്തെന്നും വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് കണ്ണിൻ്റെ എക്സസൈസുകൾ ചെയ്തു, കഴുത്തിൻ്റെ കുറച്ച് ചെയ്തു, ഷോൾഡർ മൂവ്മെൻറ്റ് ചെയ്ത് പഠിച്ചു. പിന്നെ തുടങ്ങിയ കൈകളാണ് സ്റ്റാർട്ട് ചെയ്തത്. കൈകൾ കുറച്ച് മാത്രം എക്സസൈസ് എന്ന് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അതിൻ്റെ ബാക്കി മൂവ്മെൻറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ചെയ്യുന്ന യോഗ കൊണ്ട് നമുക്കൊരു 10-21 ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ള നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ശരീരത്തിനുണ്ടാകുന്ന മാറ്റം നമ്മൾ തന്നെ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ എക്സസൈസുകളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് 1 മാസത്തിനുള്ളിൽ ഒരുപാട് മാറ്റം അനുഭവപ്പെടും. നമ്മുടെ ശാരീരിക വേദനകൾ ഇല്ലാതാവും. ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കഴിക്കണം. അതിനോടൊപ്പം ചെറിയൊരു ലൂസനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ലൂസനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡെയിലി ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. ആദ്യം ഒരു അരമണിക്കൂർ കണ്ണ്, കഴുത്ത്, ഷോൾഡർ മൂവ്മെൻറ്റ്, ഇങ്ങനെ ഓരോ ഓർഡറിന് ചെയ്തു വരിക. പിന്നെ കൈകളിലോട്ട് കിടക്കുക. കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ല, ഇന്ന് ചെയ്തിട്ട് 3 ദിവസം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഒരു അരമണിക്കൂർ നമുക്കായിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക എല്ലാവരും. ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, മാനസികമായിട്ട് ഒരുപാട് സന്തോഷത്തോടെയും മനസ്സിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനായിട്ടും ശാരീരിക നല്ല ആരോഗ്യം നേടാനായിട്ടും എല്ലാം നമ്മൾ ഈ യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോന്നും നമുക്ക് നമ്മുടെ ശരീരത്തിന് എനർജി ലെവൽ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്നും ചെയ്യുന്ന പോലെ നമുക്കുള്ള പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. നമ്മൾ ചെയ്യുന്ന യോഗ നമ്മുടെ ശരീരത്തിന്, മനസ്സിന് എല്ലാം ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ ബ്രെയിൻ. നമുക്ക് നല്ല കൂളാവാൻ നല്ല 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടണം. എല്ലാവരും ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ശാന്തമായിട്ട് നമ്മൾ 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിട്ടു. എപ്പോഴും നമ്മൾ ശ്വസനത്തെ ചലനവുമായി ബന്ധിപ്പിക്കുന്നതാണ് യോഗ എന്ന് പറയും. അപ്പോൾ ശ്വാസം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ചെയ്യുന്നവർക്ക് നമുക്ക് എല്ലാത്തിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. ശ്വാസം എടുത്ത് വിടുകയും എല്ലാം കൂടെ പറ്റത്തില്ല. ആദ്യം നമുക്ക് നമ്മുടെ ലൂസനിങ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം പിന്നെ ബ്രീത്ത് എടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് വിട്ട് ബ്രീത്തിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സാധാ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ശ്വസനം റെഡിയാക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൈയുടെ മൂവ്മെൻറ്റിൻ്റെ ബാക്കിയാണിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കുറച്ച് ലൂസനിങ് പറഞ്ഞു തരാം. ഓക്കെ, റെഡി? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി നമ്മളിങ്ങനെ കൈ ലോക്ക് ചെയ്ത് പിടിക്കുക. തലയ്ക്ക് പിന്നി കൊണ്ടുപോകുക. കൈ ഈ സൈഡ് ചേരട്ടെ. 1 2 slowly 3 4 5 റിലാക്സ്. വീണ്ടും ഈ കൈമുട്ടി ഇവിടെ പിടിക്കുക, ഈ കൈമുട്ടി ഇവിടെ പിടിക്കുക. നല്ലവണ്ണം ബ്രീത്തിൻ. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഈ തലയും ഇങ്ങനെ മുട്ടാതെ ഇച്ചിരി ഒന്ന് ഇവിടെ വരുമ്പോൾ ഒന്ന് ഹൈറ്റിൽ ഉയർത്തിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബാക്കിൽ ഉയർത്തി പിടിക്കുക. 1. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് 2. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. വീണ്ടും ബ്രീത്തിൻ. 3. വീണ്ടും 4. ലാസ്റ്റ് 1 ഒരു നിമിഷം ഹോൾഡ് ചെയ്ത് നിൽക്കാം. 1 2 3 4
5. സ്ലോലി റിലാക്സ്. നെക്സ്റ്റ് കൈയുടെ മുട്ട് രണ്ടോടും ഇവിടെ ജോയിൻ ചെയ്ത് കൈ ഇങ്ങനെ പിടിക്കണം. റെഡി? കൈ ഷോൾഡർ ലെവലിൽ കളത്തി പിടിക്കുക. 1. ചെസ്റ്റ് ഓപ്പൺ. 2. ഇത്രയും വരെ മാത്രം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 2, 3, 4, 5. സ്ലോലി റിലാക്സ്. അടുത്ത ക്രോസ് ഷോൾഡർ ലെവലിൽ തന്നെ ഇതും. 1. ആദ്യം മേളിലിരുന്ന കൈ രണ്ടാം അടി കൊണ്ടുവരിക. 1 ക്രോസ്. 2, 3, 4, 5. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. 1 ഇവിടെ ഇങ്ങനെ പിടിക്കുക. നോക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. മേളിൽ ഇരുന്ന കൈ രണ്ടാമത് അടിയില്ല. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ. വീണ്ടും കൈകൾ രണ്ടുകൂടെ ചേർത്ത് പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി ചെവിയോട് ചേർത്ത് കറക്കി കൊണ്ടുവരണം. 1, 2, 3, 4, 5. ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. വീണ്ടും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് ചെയ്യണം. ഇങ്ങനെ ബാക്കിൽ കൂടെ കൈകളെടുത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 1. Breathe in, breathe out. 2. Breathe in, breathe out. 3. Breathe in, breathe out. 4. Breathe in, breathe out. 5. ഇത് 5 പ്രാവശ്യം ചെയ്യുക. ഈ മൂവ്മെൻറ്റുകളെല്ലാം നട്ടൽ നിവർന്നിരുന്ന് മുഖത്തൊരു പുഞ്ചിരിയോടെ വേദനയില്ലാതിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇരുന്നുകൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ട് നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ടുള്ളത് ആ രീതിയിൽ ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഈ പറഞ്ഞ കൈകളുടെ മൂവ്മെൻറ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നട്ടൽ നിവർന്നിരിക്കണം, വേദനയില്ലാതെ യോഗ ആസ്വദിച്ച് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയും ചെയ്ത് നോക്കുക. പഴയ നമ്മളെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വന്ന് അതിനോടൊപ്പം ജോയിൻ ചെയ്ത് ഇതുകൂടെ ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക് യു.